എന്റെ പേര് നിനക്കറിയാലോ, തോമസ് ശ്ലീഹ, നിന്റെ അരുമ ശിഷ്യൻ. 18ാം പട്ടത്തെങ്ങ് വെറും ഓട്ടക്കാലണ. ഇത് നിന്റെ നേർച്ചപ്പെട്ടി തന്നെ കിടക്കട്ടെ. കരഞ്ഞോ? നിന്റെ ശിഷ്യന്മാര് വേറെ കുറ്റിക്കകത്തുണ്ടല്ലോ. അവർക്കെല്ലാം നിന്നോട് ദേഷ്യ. ഞങ്ങൾ എന്ത് തെറ്റായത്? അല്ല, ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ പിടിച്ച് കുരിശി കയറ്റിയ കഴിവറ മക്കൾ അവിടെ ഉള്ള. ഓർക്കുന്നുണ്ടോ? ഒരിക്കലും മറക്കില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. എനിക്ക് കാണണ്ടെങ്കിലോ? വാടാ, വായി നോക്കണേ. തെങ്ങ് വെക്കാൻ കണ്ട സ്ഥലം അമ്മായിയമ്മയുടെ നെഞ്ചത്ത്. മകന് പകരം നടുമുറ്റത്ത് തെങ്ങിൻ തൈ വെച്ച തന്റെ നിലയ്ക്ക് നെല്ലിക്കാത്തള ഇടണം. മുറ്റത്തുനിന്ന് പറിച്ചു കളയാനല്ലേ ഒറ്റപ്പിളാക്കിന് പറ്റൂ. മനസ്സിന്ന് പറിച്ചു കളയാൻ പറ്റില്ല ചോ. ആ ചെകുത്താൻ കരയും. അവന്റെ കണ്ണീര് ഭൂമിക്ക് ഉപ്പാകുന്നത് ഞാൻ കാണും. ഒലക്ക പൊന്നും വെള്ളിയും പൂട്ടി സൂക്ഷിക്കണം. വാക്കുകൾ തൂക്കി ഉപയോഗിക്കണം. ചേട്ടായി, കനൽ ഊതിക്കോ. കൈവെള്ളയിലിട്ട് പ്രാച്ചിത്തം ചെയ്യ. വഴക്കം ഉണ്ടാക്കിയിരിക്കുന്നു. അയ്യേ, ഈ ചെറുക്കന് നാണല്ലേ ചെറുത്താനെ കൊണ്ട് നടക്കാൻ? എന്റെ തന്ത എനിക്കിട്ട പേര് വായിക്കാൻ നീ ആരടി? ടീച്ചർ, ഇന്ന് ആരംഭിക്കുക. ഒരുമിച്ച് പഠിച്ച സ്കൂളിൽ ഹരിശ്രീ ഇവിടെ തുടങ്ങാന്ന് വെച്ചു. വേണ്ട, ഒരിക്കൽ നിന്റെ അപ്പൻ രാവുണ്ണി മാഷ് ഒന്ന് പഠിപ്പിച്ച അത് ഞാൻ മറന്നിട്ടില്ല. ഈ പേര് മായ്ക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പൊയ്ക്കോ, തുളസിയുടെ കാലിക്കുടി കയറ്റി പൊയ്ക്കോ. നിനക്ക് ഞാൻ എന്താ അവിടെ നിൽക്കാൻ. ഇതെങ്ങോട്ടാ കാലെടുത്ത് പോണത്? ചെകുത്താന്റെ ഡ്രൈവറല്ലേ? ആടുതോമയില്ലേ അകത്ത്? ആടുതോ? നിന്റെ മടിയിലെത്തി പേരിട്ടിരിക്കുന്നു. ചൂടാകാതെ കുഞ്ഞാവുമതേ. നമസ്കാരമുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. വാഗമൺ മേരി, കുട്ടിക്കാനം കൊച്ചമണി, മുണ്ടക്കായ മത്സല. ഒത്തിരി പേരുണ്ടല്ലോ. ഞാനേ തുളസി. തുളസി? തുളസിയല്ല, തുളസി. തുളസി ഇതെവിടെ നിന്ന് വന്നപ്പാ? ആ ലോറിക്ക് മേടിച്ച ഉപ്പുകണ്ണ ഫൈനാൻസിന്റെ കാശ് കൊടുത്തായിരുന്നോ? അയ്യോ ആശാനെ, ഞാൻ പറഞ്ഞല്ല. അല്ലാതെ കൊടുക്കാനുള്ള കാശല്ലേ? നീ ആരാ? ഉപ്പുകണ്ടത്തിന്റെ കെട്ടിയോളോ? അയ്യോ അതല്ല, അവരെങ്ങാനും ലോറി പിടിച്ചോണ്ട് പോയാൽ നമുക്ക് ക്ഷീണമല്ല ആശാനെ. ഓടി ഇറങ്ങി.
അയ്യേ ഇതെന്തൊരു വൃത്തിയിട്ട ചീട്ടാ. കുറച്ച് നല്ല അന്തസ്സുള്ള ചീട്ട് വാങ്ങിച്ചു വെച്ചൂടെ കളിക്കാൻ. ഫു. ഇതെന്തുവാ? അയ്യോ ഇതെന്തൊരു കയ്പാ. ഇത് കുടിച്ചാ മനുഷ്യന് ചത്ത തന്നെ. ആശാന്റെ കരള് നല്ലതെന്നാ നാട്ടുകാർ പറയുന്നേ. എന്തിനാ ഈ കള്ളു കുടിച്ചാ കരള് നശിപ്പിക്കുന്നേ? എവിടെ പോയി? അമ്പലത്തില്. ഞാൻ കൊണ്ടുവിടാ. ഓ വേണ്ട. വാ കേറ്. വാ. ആഹാ ആശാൻ കള്ളുമായിട്ടാണോ നടക്കുന്നേ? ഏയ് ഇത് നിനക്ക് തരാനാ. അയ്യോ എന്റെ അമ്മച്ചിയോ, എനിക്ക് കള്ളൊന്നും വേണ്ടേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മുന്തിരിക്കള്ളിന് കയ്പാണ് അല്ലടി. ആ കള്ളിന്റെ കയ്പ് നീയും കൂടെ നിറയും. എങ്ങനെയുണ്ട്? എന്താ മോളെ? ഞാന് അവക്കൊരു കുപ്പി കള്ളു കൊടുത്തു. എന്റെ സ്വകാര്യ സുഖങ്ങളിൽ ചൊറിയാൻ വരരുന്ന് മകളോട് പറഞ്ഞേക്കണം. അച്ഛനും. തോമസ് ചാക്കോ? അല്ല, ആടുതോമ. ഞാൻ വരച്ച ചോപ്പിന് ചോര എന്നുകൂടി അർത്ഥമുണ്ടെന്ന് അന്ന് നീ പറഞ്ഞപ്പോ എനിക്ക് ബോധ്യമായി. നീ ഇറങ്ങിയ സ്കൂളിന്റെ പടി പിന്നെ ഞാൻ ചവിട്ടിയിട്ടില്ല. എന്റെ രാജി നിന്റെ അപ്പന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ആ പടി ഇറങ്ങി. തോമാച്ച, എന്താ വന്ന്? നിന്നെ ഒന്ന് കാണാൻ. കണ്ടില്ലേ? വെക്കോളൂ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. എന്റെ മോൻ ഇത് കൊടുത്തോണ്ട് വേണം ജാൻസിയുടെ കല്യാണത്തിന് വരാൻ. സൂക്ഷിച്ചു വെച്ചോ. ചാക്കോ മാഷിന്റെ ശവത്തിന് കച്ചയായിട്ട് വിരിക്കാം. പൊന്ന് ചേർത്ത് വിളിക്കരുതെന്ന് പറഞ്ഞ് ഒരിക്കലിനെ ആട്ടി പുറത്താക്കി. എങ്കിലും പഠിച്ചതേ വിളിക്കൂ. പൊന്നമേ, ജനിപ്പിച്ച മകനെ ഇരിക്കപ്പിണ്ടമാക്കി മുറ്റത്ത് തെങ്ങ് വെച്ച വീട്ടിലേക്ക് എന്നെ വിളിക്കരുത്. ഞാൻ വരില്ല. വലിയിട്ടില്ലാത്തൊരു വിവാഹം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ വേണ്ട മോളെ. എന്റെ മനസ്സ് നിന്നോടൊപ്പം ഉണ്ട്. വയ്ക്കോ.